ആളുകൾ വിശ്വാസത്തിൽ നിന്ന് മാറി നിന്നാലും ഭക്ഷണം കഴിച്ചൂടെ എന്നുള്ള ചോദ്യമാണ് ആളുകളുടെ ഇടയിൽ നിന്ന് പൊതുവെ വരുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പിതാവിനെ ഒരാൾ കൊന്നു, ഒരാൾ വധിച്ചു അന്യായമായി. ആ വധിക്കപ്പെട്ട ദിവസത്തെ ആ വ്യക്തി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഒരു പാർട്ടിയും വെച്ചിട്ടുണ്ട്, എന്നെ വിളിച്ചാൽ ഞാൻ പോവോ? എൻ്റെ വാപ്പയെ കൊന്നതിൻ്റെ ആഘോഷം നടത്തുന്ന ഒരു പാർട്ടി നടക്കുകയെന്ന് വിചാരിക്കും. ഇത് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണേ. അങ്ങനെ തീർത്തും എൻ്റെ പിതാവിനെ വധിച്ചതിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഒരു പാർട്ടിയിൽ ഞാൻ പങ്കെടുക്കാതിരുന്നാൽ അത് എൻ്റെ ആദർശമാണ്, എൻ്റെ ഉപ്പയോടുള്ള എൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ആ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടല്ല, അതിൽ പങ്കെടുക്കാതെയാണ് ഞാൻ എൻ്റെ ഉപ്പയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. എങ്കിൽ ബഹുദൈവാരാധനയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 90-ാമത്തെയും 91-ാമത്തെയും ആയത്ത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ. തകാദു സമാവാതു യതഫത്തർന വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ അൻ ദഅു ലിർറഹ്മാനി വലദ. ആകാശം പൊട്ടിപ്പിളർന്നു പോയിരിക്കുന്നു, ഭൂമിയും അതേപോലെ തന്നെ കഷ്ണമായി മുറിഞ്ഞു പോവാറായിരിക്കുന്നു, പർവ്വതങ്ങൾ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങിപ്പോവാനായിരിക്കുന്നു. എന്താ കാരണം? അൻ ദഅു ലിർറഹ്മാനി വലദ. പരമകാരുണ്യകനായ അള്ളാഹുവിന് ഒരു മകനുണ്ടെന്ന അവരുടെ വാദത്തിൻ്റെ ഗൗരവം കൊണ്ട്, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനൊരു മകനുണ്ടായി എന്ന് പറയുന്നതിൻ്റെ ഗൗരവം കൊണ്ട് ആകാശം തന്നെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോവാറായിരിക്കുന്നു എന്നാണ്. അത്രക്ക് ഗൗരവമുള്ളൊരു വാക്കാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന് മകനുണ്ട്, അള്ളാഹുവിന് ഭാര്യയുണ്ട്, അള്ളാഹുവിന് അതേപോലെ സന്താനങ്ങളുണ്ട്, അവന് പങ്കുകാരുണ്ട് എന്നൊക്കെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്രക്കും ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിനോട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റാത്ത, ഇഷ്ടം തോന്നാത്തൊരു കാര്യമാണ്. അത് വിശ്വാസത്തോടുള്ള സ്നേഹമാണ്, അയാളുടെ ഈമാനിനോടുള്ള സ്നേഹമാണ്. അതിനേക്കാളെല്ലാം ഉപരി നാളെ മരണാനന്തര ജീവിതത്തിൽ ഞാൻ ഒരു കാരണവശാലും നരകത്തിൽ പോയിക്കൂടാ, കാരണം നരകത്തിലാണെങ്കിൽ നിത്യവും നരകത്തിലാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ ഒരു പേടിയും ഉണ്ടാകും. അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത്, അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തികളോടുള്ള വ്യക്തിപരമായ വെറുപ്പല്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് അതല്ലാത്ത വിഷയങ്ങളിൽ നിങ്ങൾ സഹകരിക്കുന്നതിൽ ഒരു വിരോധവുമില്ല. നിങ്ങൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അത്ഭുതകരമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ ബഹുദൈവാരാധന നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചാൽ നിങ്ങൾ അവരെ അനുസരിക്കരുത്. എന്നാൽ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൻ്റെ കാര്യത്തിൽ നല്ല നിലക്ക് അവരോട് നിങ്ങൾ സഹകരിക്കണം. ഇത്രക്ക് മനോഹരമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. വിശ്വാസരംഗത്ത് നിങ്ങളോട് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത്, കാരണം അതുകൊണ്ട് വേറൊരാൾക്കൊരു ദോഷം ഉണ്ടാവാനില്ല. എന്നാൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ നല്ല നിലക്ക് വർത്തിക്കണം എന്നാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിലുള്ള വിശ്വാസികളല്ലാത്ത, അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത മുഴുവൻ ആളുകളോടുമുള്ള ഏതൊരു മുസ്ലിമിൻ്റെയും നിലപാട് ഇതാണ് ബേസ്. ദുനിയാവുമായി ബന്ധപ്പെട്ട മാനുഷികമായ എല്ലാ വിഷയത്തിലും നല്ല സഹകരണവും സ്നേഹവും എല്ലാം ഉണ്ട്. എന്നാൽ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം സഹകരിക്കുകയില്ല. അത് നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ടതാണ്.